ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതാ ശനിയാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് പതിവിനേക്കാൾ നേരത്തോടെ ഞാൻ എണീറ്റു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ ഡിംപിളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ സർപ്രൈസായിട്ട് ഡിവൈനിന് എന്തോ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ എറണാകുളത്തേക്ക് പോയതാണ്. അങ്ങനെ ആൻസൺ ഡിംപിളിന് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത്, ബർത്ത്ഡേ 15-ാം തീയതിയാണ് കേട്ടോ, മാർച്ച് 15-നാണ് ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്ന് അവർ ഒരു ട്രിപ്പ് പോകണം കേട്ടോ. അവർ ഇവിടെ വാഗമണ്ണാണ് പോണത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ അവിടെ എത്തി. ഇന്നത്തെ ഒരു ദിവസം അവിടെ ഉണ്ടാവും. നാളെയാണ് മടങ്ങുന്നത്. നാളെയാണോ ഇനി മറ്റന്നാളാണോ എന്ന് എനിക്കറിയില്ല മടങ്ങുന്നത്. അപ്പോൾ ആൻസൺ ഇന്നലെ തന്നെ എറണാകുളത്തേക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് രാവിലെ എത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഇന്ന് രാവിലെ 8 മണിയായപ്പോഴേക്കും ആൻസൺ എത്തി. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എണീറ്റു. പക്ഷേ എനിക്ക് എണീറ്റിട്ട് കണ്ണ് തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഈ പറയണ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്. എന്നാലും കുട്ടി പോണതല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരത്തോടെ എണീറ്റ് പതിവ് പോലെ, നിങ്ങൾക്കറിയാലോ ഞാൻ അടുക്കളയിൽ കയറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ മാതാവിനോടൊക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് ഡിംപിളിനും ആൻസനുമുള്ള കോഫി, അപ്പോൾ ഡാഡി ഓൾറെഡി കട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പി വെച്ച് അവരെ അങ്ങോട്ട് യാത്രയാക്കാനുള്ള പുറപ്പാടിലായി. അപ്പോൾ ഡിംപിൾ വെറുതെ 2 റസ്ക് മാത്രമാണ് കഴിച്ചത്. ആൻസൺ അതും കഴിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പാച്ചുവിനെ ഇന്നലെ തന്നെ ഡ്രസ്സ് മാറി. അങ്ങനെയാണ് ഡിംപിൾ സാധാരണ രാവിലെ എണീപ്പിച്ച് വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് രാത്രിയിലേ ഡ്രസ്സ് മാറ്റിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അപ്പ വന്നോട് കൂടിയിട്ട് പാച്ചുവിനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ പാച്ചു കണ്ടിട്ടില്ലേ, ചാക്കോച്ചൻ ആൻസൺ അങ്കയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു. അപ്പോൾ ഞങ്ങൾ പറയും അവരാണ് ഭയങ്കര മാച്ച് എന്ന് പറയും. അങ്ങനെ പോണതിൻ്റെ മുമ്പായിട്ട് കാർ സീറ്റർ പിടിപ്പിക്കൽ, അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. ലഗേജ് കയറ്റൽ ഒക്കെ കഴിച്ചിട്ട് അവരിതേ പുറപ്പെടാൻ നിൽക്കണം. അപ്പോൾ ഡിവൈൻ തോമു എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ തോമുവിനും കൊണ്ട് താഴത്തേക്ക് ഇതേ ഇറങ്ങി വന്നു. പക്ഷേ തോമു അപ്പോഴും രാവിലെ എനിക്ക് തോന്നുന്നു ഇവർ പോയി കഴിഞ്ഞിട്ടാണ് എണീറ്റേക്കണേന്ന് തോന്നുന്നുണ്ട്. യാത്ര അയക്കുമ്പോൾ അവനെ ഞാൻ കണ്ടില്ല കേട്ടോ. കുട്ടി എണീറ്റുണ്ടായിരുന്നില്ല. അങ്ങനെ ഡിംപിളൊക്കെ ഇന്നലെ സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ അവൾ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്ന് എടുക്കാൻ വെച്ചിട്ട് ഇന്നലെ എറണാകുളത്തുനിന്ന് സ്റ്റുഡിയോന്ന് ഡിംപിളിന് 2 ടോപ്പ്, ഡോണിന് 2 ബനിയൻ ഒക്കെ എടുത്തിട്ട് ടീഷർട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ നമ്മുടെ ആൻസൻ്റെ മടിയിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുകയാണ്. ആൻസനും ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കളിപ്പിക്കാനൊക്കെ ആയിട്ടിട്ടാണ്. അപ്പോൾ ചാക്കോച്ചൻ ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ എല്ലാവരും നോക്കി ചിരിയും കളിയും ബഹളമാണ്. പക്ഷേ ഈ കുറുങ്ങലാണ് അവന് ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് അവന്. എന്നാലും കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാച്ചു ഇറങ്ങണം കേട്ടോ. പാച്ചുവിന് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ വിചാരം അവനെ അപ്പ കൊണ്ടുവന്നാണ്. അപ്പോൾ അപ്പയുടെ കൂടെയൊക്കെ പോകാൻ ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സങ്കടം. മൂപ്പർക്ക് എന്താ കാര്യം എന്നുള്ളത് നമുക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അവൻ പറയും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അവന് മനസ്സിലാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അവൻ ഭയങ്കര ഇങ്ങനെ സങ്കടത്തിലിരിക്കണ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അപ്പാപ്പൻ അവനെ യാത്രയാക്കണം കേട്ടോ. അപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് അവനെ കുട്ടപ്പനാക്കി ഇരുത്താണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. കാരണം പാച്ചുവിനെ സംബന്ധിച്ച് പാച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോണത്. അന്ന് ബാംഗ്ലൂർക്ക് പോയാലും അപ്പാപ്പൻ്റെ കൂടെ രാത്രി വോൾവോയിൽ കയറി നേരെ രാവിലെ അവിടെ പോയി ഇറങ്ങുക ചെയ്തേ. അപ്പം അതുകൊണ്ട് ആ യാത്രയുടേതായ ഒരു ഇതില്ലല്ലോ. ഇതിപ്പോൾ അങ്ങനെയല്ല, പകലൊരു ദിവസം മുഴുവൻ യാത്ര, അതും ഒറ്റയ്ക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മിടുക്കനായിട്ട് ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ എണീക്കുന്ന വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു 3-3.5 മണിക്കൂർ മൂപ്പര് ഇരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. എന്നാലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി വിളിച്ചപ്പോഴത് അവൻ ഓക്കെയാണ്, അവൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. അവനപ്പം വന്നു കഴിഞ്ഞാൽ അവൻ വേറൊരാളാണ് കേട്ടോ. അങ്ങനെ ഡിവൈൻ ആൻറ്റി അവന് ക്ലാസ് കൊടുക്കുകയാണ്. ഹൈഫൈ ഉമ്മം ഒക്കെ കൊടുത്ത് എന്താ പറയുക. പക്ഷെ പെട്ടെന്ന് അവൻ്റെ മുഖം അങ്ങോട്ട് മങ്ങും. ഇറങ്ങാന്ന് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം പോലെ അവൻ്റെ മുഖത്ത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു അവർ 3 പോണത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ യാത്രയാക്കി. അപ്പോൾ ഈറ്റബിൾസും കാര്യങ്ങളൊന്നും വേറെ എടുത്തില്ല. കാരണം ഫ്രഷായിട്ട് വാങ്ങി അപ്പം തന്നെ കഴിക്കുകയല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം. നമ്മൾ പറയില്ലേ, യാത്ര പോകുമ്പോൾ എപ്പോഴും കുറച്ച് ലഗേജ് ആയാലേ നമ്മുടെ യാത്രയ്ക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഒതുക്കലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് പോയത്. എപ്പോഴും അവൻ്റെ മെഡിസിൻസും നെബുലൈസ് ചെയ്യുന്ന അതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും. അതാണ് ആ ബാസ്ക്കറ്റ്. അത് എവിടെ പോകുമ്പോഴും അവിടെ അതിലുണ്ടാവും. ഒരു ഡൈപ്പർ ബാഗും ഉണ്ടാവും. പിന്നെ ഉള്ളത് മാത്രമാണ് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞങ്ങളിതേ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഇവിടെ എത്തുമ്പോൾ സംശയമാണ് വീടുമ്മേ അടയാളം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഗേറ്റുമ്മേ KV ടൗണിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വാടി നിൽക്കുക. എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടമായി. കാരണം നമ്മളുടെ കണ്ണൊന്ന് തെറ്റിയാൽ സംഭവം ഡാഡി നനയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ചില സ്ഥലത്തെ മണി പ്ലാന്റ് ഇങ്ങനെ വാടി നിൽക്കും. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഇനി ആ മതിലിൻ്റെ അവിടേക്കുള്ള മണി പ്ലാന്റ് വേണ്ട, അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഈ നേരത്തെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോയി. കാരണം ഡിവൈന് കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട പോകണമായിരുന്നു. അപ്പോൾ ഇന്നലത്തേൽ കുറവില്ലെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഒന്നും ദൈവകൃപയാൽ ഒരു കുഴപ്പമുണ്ടായില്ല. അഡ്മിറ്റ് ചെയ്യാണ്ട് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വടയാണ് വാങ്ങിക്കൊണ്ടത്. അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടുത്തെ കംപ്ലീറ്റ് റെഡും ഗ്രീനും ആയിരുന്നല്ലോ നമ്മളുടെ അവിടെ ഗേറ്റിൻ്റെ അവിടം വരെ 2 വശത്തുണ്ടായിരുന്നില്ലേ, അത് മൊത്തം ഞാൻ ഇങ്ങോട്ട് അഴിച്ചെടുപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ കണ്ടോ, ഇതുപോലെ ഈ ഒരെണ്ണം ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണങ്ങിയിട്ട് എങ്ങനെ വെള്ളം ഒഴിച്ചാലും അതിങ്ങനെ വെയിലിൻ്റെ അതുകൊണ്ട് ഉണങ്ങി പോവുകയാണ്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൂ, ഉണ്ടായിട്ട് ഈ നനയ്ക്കാനും പറ്റാണ്ട് പിന്നെ ഉണങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ അതൊരു വൃത്തികേടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കെന്ന് വെച്ചാൽ മണി പ്ലാന്റ് ആണെങ്കിൽ അത് ഏറ്റവും ഭംഗിയിൽ നിൽക്കണം, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമം പോലെ. അങ്ങനെ ഇവർ 2ആയിട്ട് പോവുകയാണ്. അപ്പാപ്പൻ്റെ കൂടെയാണ് കേട്ടോ ഡിവൈനും ചാക്കോച്ചനും അപ്പാപ്പൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ദയയിലേക്ക് പോയി. തോമു അപ്പയുടെ കൂടെ ഓട്ടോ ഹബ്ബിലേക്ക് പോയി. അപ്പോൾ ഞാനാണ് പിന്നെ ഗേറ്റൊക്കെ അടച്ച് തിരിച്ചിങ്ങോട്ട് പോന്നു. അങ്ങനെ വീട് വീണ്ടും ശൂന്യമായി. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വീട് കാലിയായപ്പോഴാണ് ഞാൻ ഫോണെടുത്ത് കുറച്ച് പേരെ വിളിക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ഫ്രണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു. അപ്പോൾ ആ വിവരം പറയാനായിട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ചു, കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വേഗം ഇവർ വരുന്നതിന് മുമ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ചോറും വെച്ചു. സാമ്പാറുണ്ടായിരുന്നു, ഇന്ന് വട കൊണ്ടുവന്നപ്പോഴത്തെ സാമ്പാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഡാഡിക്കും മതി. അപ്പോൾ ഡിവൈൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഡിവൈൻ വരുമ്പോൾ 3 അട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അട കഴിച്ചിട്ട് ഡോൺ മടങ്ങിപ്പോയി. തോമൂന് ഇവിടെ നിർത്തി. ഡാഡിയും ഞാനും ഡിവൈനും ഓരോന്ന് കഴിച്ചു. ഡിവൈൻ അതും മതി എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് ഒരു ഗ്ലാസ് കാപ്പി കൂടി കുടിച്ചിട്ട് ഡിവൈൻ പോയിട്ട്. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറും മുട്ട പൊരിച്ചത് ഈ സാമ്പാറും കൂടി കൂട്ടിയിട്ട് ഞാനും ഡാഡിയും കഴിച്ചു. അത് കഴിഞ്ഞ് ഡാഡി കുറച്ച് നേരം കിടക്കാൻ പോയി. ഡാഡിക്ക് ഉച്ചയ്ക്ക് കിടക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അപ്പോൾ ഡാഡി ഉച്ചയ്ക്ക് കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ ഗ്രൂപ്പിലെ കുട്ടികളോടായിട്ട് കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ കോളിഫ്ലവറാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, കാശ്മീരി ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി, മസാല, ഗരം മസാലപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക്, പിന്നെ എന്തുട്ടാണ് മറ്റേ കടലമാവ്, പിന്നെ അരിപ്പൊടി അല്ലെങ്കിൽ മൈദമാവ്. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് മറ്റേ വേപ്പില ഇങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്തിടണം കേട്ടോ. പിന്നെ കുറച്ച് വേപ്പില നമ്മൾ 2 പച്ചമുളക് മാറ്റി വെക്കണം വറക്കുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കുറച്ച് വെള്ളം. അപ്പോൾ അങ്ങനെ ഓരോന്ന് അപ്പോൾ എനിക്കിങ്ങനെ വെച്ചാൽ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തവരാണ് ഞാൻ ഒരുമിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും കൂടി ഇട്ട് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. കുറേ വെള്ളം ആവരുത് കേട്ടോ. കുറേ വെള്ളമായി കഴിഞ്ഞാൽ ഇതുമ്പോൾ പിടിക്കില്ല. എന്നിട്ട് നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട കോളിഫ്ലവർ, അപ്പോൾ എന്തായാലും ഒരു പകുതി വേവ് ആയിട്ടുണ്ടാവും. കോളിഫ്ലവർ എടുത്ത് നമ്മൾ ഈ പേസ്റ്റിലേക്ക് അത് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വേപ്പില ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുമ്പോൾ അതങ്ങോട്ട് മൊരിഞ്ഞ് അതിൽ കൂടി അങ്ങോട്ട് ചേർന്ന് പോവും, കുനുകുനാന്ന് എരിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ പുരട്ടുമ്പോൾ നമ്മൾ മാക്സിമം കൈ കൊണ്ട് പുരട്ടാൻ ശ്രമിക്കുക, എന്നാലേ അതെല്ലാ ഭാഗത്തും എത്തുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ പുരട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഡോണിന് ഈ കോളിഫ്ലവർ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട്, ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നില്ല, നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങായാലും ശരിക്കും അരിഞ്ഞെടുത്താലും മതി, റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്നില്ല കേട്ടോ.
അപ്പോൾ ഇവിടെ ഇതുള്ള കാരണം കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കണ കാരണം ഞാനതെടുത്ത് അതും പുരട്ടി വെച്ച് രണ്ടും കൂടി മാറ്റി വെച്ചു, ഒരു ഫ്രിഡ്ജിലേക്ക് വെച്ചു, ഇവർ വരുമ്പോൾ വറക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി വന്ന് അപ്പോഴേക്കും ഡാഡി പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡാഡി ഇന്ന് കുറേ വൈകിട്ടാണ് പോയത്, അപ്പോൾ വരാനും കുറേ ലേറ്റായി. വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ മുകളിലത്തെ ചെടിച്ചട്ടികൾ മാറ്റി. കാരണം ഈ ഉണങ്ങിയിരുന്നിട്ട് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കണ്ട, ഒക്കെ എടുത്ത് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട്. കാരണം മണി പ്ലാന്റൊക്കെ ഇങ്ങനെ എന്താ പറയുക, അതിന് നല്ലോണം വെള്ളം വേണം. പക്ഷേ ഇവിടെ നനയ്ക്കാനും എന്താ പറയുക നമുക്ക് പറ്റുന്നില്ല, എന്നാൽ ഉണങ്ങുകയും ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭംഗിയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സമയമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ ചട്ടിയായിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടായാലും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ തോമൂന് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ പക്ഷീനെ, അതിൻ്റെ വാല് കണ്ടു എന്നൊക്കെ ചോദിച്ചിട്ട് തോമൂന് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ തോമൂന് അപ്പാപ്പൻ്റെ കൂടെ മുകളിലേക്ക് കയറാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുറേ നേരം പിടിച്ച് നിർത്തി. പക്ഷേ അവസാനം അവൻ ഓടിച്ചാടി കയറിയിട്ടാണ് മുകളിലേക്ക് കയറി അപ്പാപ്പൻ്റെ കൂടെ കുറച്ച് നേരം നിന്നു. കാരണം എന്താ വെച്ചാൽ മുകളിൽ ഭയങ്കര പൊടി വരുമ്പോൾ ഒരു ചെറിയ നനവും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിക്കാല് ചളിയാവുന്നതുകൊണ്ട് ഡിവൈൻ അങ്ങോട്ട് കടത്താറില്ല. ഇങ്ങനെ കുട്ടികളല്ലേ കാലുമ്പോൾ ചളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ചെടിച്ചട്ടികളൊക്കെ മാറ്റി. അപ്പോൾ വീടിന് വേറൊരു ചായ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ ചട്ടികൾ വെക്കുന്ന സ്ഥലത്ത് ഒരേ ഡോം നമ്മുടെ മതിലും വേണ്ടില്ലേ അത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് അത് വലിയ താല്പര്യമില്ല. അവർ പറഞ്ഞു ആകെ കൂടി ഒരു ഭംഗി ഉണ്ടാവില്ല, ഇതുപോലത്തെ ബ്രൗൺ ഡോം വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു എല്ലാ മൂലയിലും അത് വെച്ച് കഴിഞ്ഞാൽ ചട്ടി വയ്ക്കണം, ഒരു ഫിനിഷിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ചട്ടി വെച്ചാൽ അതൊരു ഭംഗിയുള്ളൂ എന്ന് എനിക്കൊരു തോന്നലാട്ടോ. അത് തുടക്കം തൊട്ട് അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയാലും ഞാൻ ചട്ടികളൊക്കെ മാറ്റി. ഇപ്പോൾ ചട്ടിയൊക്കെ മാറ്റിയിട്ടുള്ള വീടിൻ്റെ രൂപമാണ് കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്ലെയിനായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്നാലും സാരമില്ല എന്ന് ചോദിച്ചു. അങ്ങനെ താഴെ വന്നപ്പോഴേക്കും ഡാഡി ഇതാ പ്ലേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൽ കുറേ പുതിയ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എനിക്കൊന്നും ഇന്നത്തെ ദിവസം തുറന്ന് നോക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ പോകലും വരലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുണികൾ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മടക്കി തുടങ്ങുമ്പോഴേക്കും ബാക്കി ഡിവൈൻ മടക്കി അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് കിടന്ന് നമ്മളുടെ കോളിഫ്ലവർ വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വറക്കുമ്പോൾ വല്ലാണ്ട് എണ്ണ തിളയ്ക്കാനും പാടില്ല, എന്നാൽ ഇങ്ങനെ തിള തുടങ്ങാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ കേട്ടോ. അവിടെ ഇമ്പോൾ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ അവൾ ഒരു മെസ്സേജ് അയച്ചത് അത് തെറ്റി എൻ്റെ ഇതിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പാച്ചൂട്ടനും അമ്മയും കൂടിയിട്ട് ഉള്ള വിശേഷങ്ങളാണ് പറയണത്. അപ്പോൾ അങ്ങനെ അവനവിടെ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, അതിപ്പോൾ ഡിമ്പിളിൻ്റെ വീഡിയോയിൽ കാണാം കേട്ടോ. ഡിമ്പിൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ഇടും, അപ്പോൾ കാണാം. അപ്പോൾ അതുപോലെ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ Q&Aയിൽ ഞങ്ങളും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഡിമ്പിളിനോട് പറയണേ അത് വായിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഡിമ്പിളത് വായിക്കും കേട്ടോ. ചോദിച്ചിട്ട് വായിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ തരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് വറക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വേപ്പിലയും 2 പച്ചമുളകും കീറിയിട്ട് കഴിഞ്ഞാൽ ആ എണ്ണയിൽ ആ എരിവും മുളകിൻ്റെ ഇതും ഒക്കെ പിടിക്കും. അപ്പോൾ ഈ വറക്കണേമി അതെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മിക്സറിൽ കണ്ടിട്ടില്ലേ പച്ചമുളകും വേപ്പിലൊക്കെ കിടക്കുന്നത്, അതുപോലെ ഇടും. ഇതിപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ തോമൂട്ടന് ഭയങ്കര ഇഷ്ടമായി കോളിഫ്ലവർ. അവൻ ഈ എരിവ് ഒന്നും വക വയ്ക്കാണ്ട് തിന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഡോൺ വന്നപ്പോൾ അവർ ഫിലിമിന് പോകാനായിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനാന്ന് വെച്ചാൽ ഇത് 7 മണിക്കാണ് കോളിഫ്ലവർ ഉണ്ടാക്കിയത്. ഇവർക്ക് 8-9 ആകുമ്പോഴേക്കും പോകണം. അപ്പോൾ എൻ്റെ പണികൾ മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൊള്ളിയും ചമ്മന്തിയും പിന്നെ എന്തുട്ടാ കോട്ടയത്തു നിന്ന് മറ്റേ കാവത്തും ചമ്മന്തിയും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവർ കുട്ടികൾ ഇട്ടിട്ട് എന്നെ കൊതിപ്പിച്ചു. അപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ ഡിവൈൻ പറഞ്ഞു, മമ്മിക്ക് കൊള്ളിയല്ലേ വേണ്ടത്, നമുക്ക് ഇപ്പോൾ വരുത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് കേട്ടോ, ഒരു വീടാണ്. അവിടെ ഇങ്ങനെ എല്ലാതും നമ്മൾ പറയുന്ന സാധനങ്ങളൊക്കെ സൊമാറ്റോ വഴി തന്നെയാണ് കൊണ്ടുവരും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. നല്ല കുരുമുളക് രസം. അപ്പോൾ ലത പറയണ കേട്ടിട്ടുണ്ട്, ലതയുടെ അവിടെ അങ്ങനെയാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ 80 രൂപ, ശരിക്ക് ഒരു 1/2 ലിറ്റർ ശരിക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ വലിയ കാശൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു സാമ്പാർ വാങ്ങി കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി വെക്കുമ്പോഴും ബാക്കി കഷ്ണങ്ങൾ വരും. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നി ഇത് വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ.
അപ്പോൾ ഡിവൈൻ വേഗം ഒരു പാത്രത്തിൽ ഒരു മറ്റേ കൊള്ളിയുടെ ചമ്മന്തിയും പിന്നെ നല്ലൊരു തക്കാളി കറിയും. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടി വന്നില്ല. കൊള്ളിയും ചമ്മന്തി ആയപ്പോൾ തന്നെ ഞങ്ങളുടെ 4 ആൾക്ക് ശരിക്കും 4 ആൾക്ക് കഴിക്കാവുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് അങ്ങനെ കഴിച്ചിട്ട് അവർ പോയിട്ടോ, അവർ സിനിമയ്ക്ക് പോയി. അപ്പോൾ ഞാനത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തോടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ കാരണം അത്രയും പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള പണിയെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഇറച്ചി വേവിച്ച് കൊടുക്കുക, പിന്നെ ദോശയ്ക്കുള്ള മാവ് അടിക്കുക, ഇതാണ് ഇനി ബാക്കിയുള്ള പണി. അപ്പോൾ അവരോട് ഞാൻ വേഗം പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം സമയം തെറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ എൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് പോയി അവർക്കുള്ള ഇറച്ചി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു 6:30 7 അവർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും ഉരുട്ടി കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സമാധാനക്കേട്, അവർ കഴിക്കില്ല. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് ചോറ്, ഒരു 10 ഉരുളയൊക്കെ വീതം 2 പേർക്ക് ചോറോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ബാക്കി വരുന്ന ബിസ്ക്കറ്റ്, റസ്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിച്ച് പൊടിച്ചിട്ട് നമ്മൾ റസ്കിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും, ഇവർക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി അതിൽ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടയായിട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ 10 ഉരുളയോ 12 ഉരുളയായിട്ട് കൊടുക്കുക ചെയ്യുക. അതവർക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയാണ് രാത്രി ഇറച്ചി കൊടുക്കുക. അങ്ങനെ ഇറച്ചി കൊടുത്ത് അവരെ കൂട്ടി കയറ്റി കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ അപ്പാപ്പനും മോനും ഒരേ പോസിൽ കിടന്ന് ഉറങ്ങുക. അപ്പം ഞാൻ വേഗം എൻ്റെ ബാക്കി പണി, അപ്പോൾ അപ്പാപ്പൻ ദോശമാവ് അടിച്ച് തന്നിട്ടാട്ടോ കിടന്നത്. കാരണം എനിക്ക് മിക്സിയിലടിക്കുമ്പോൾ എനിക്കതൊരു സുഖമില്ല. അപ്പോൾ ഡാഡിയാണ് എനിക്കതൊക്കെ ചെയ്തത്. ഡാഡിയും ഡിവൈനാണ് ഇവിടെ മിക്സി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. ഞാൻ ഒരേ ഭാഗമായിട്ട് അടച്ചടച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നേരത്തോടെ കഴിഞ്ഞു. ഇനി പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇവർ വരണം. ഇവർ വന്ന് കൊച്ചിനെ കൈമാറിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇന്ന് നേരത്തോടെ കഴിഞ്ഞു. ഞാനിനി ഇവർ വന്നിട്ട് ബാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നേരം വെളുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കും. സത്യത്തിൽ ഞാൻ ഉച്ചവരെ എടുക്കാമെന്നായിരുന്നു പ്ലാൻ. പിന്നെ അതിങ്ങനെ നീണ്ട് ഇവിടം വരെ എത്തിയതാണ്. എന്നാലും സാരമില്ല, ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, ഞാൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലായിരുന്നു ഞാൻ ഇന്ന് കുറേ നേരമായിട്ട്. എനിക്ക് കുറേ നേരം കുട്ടികളോട് സംസാരിക്കാനും എന്താ പറയുക, ഭയങ്കര സമാധാനമാണ് അവരുടെ കൂടെ കുറേ നേരം സംസാരിക്കുമ്പോൾ കേട്ടോ. എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, കുറേ കോമഡിയും കുറേ പാട്ടും കുറേ കഥകളും കടങ്കഥയും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയിൽ പോകുന്ന ഒരു ഗ്രൂപ്പാട്ടോ നമ്മുടെ ഗ്രൂപ്പ്. ഓരോ ദിവസം 5ഉം 10ഉം കുട്ടികൾ വീതം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ എടുക്കുള്ളൂ. ഡിവൈനും ഡോണും വന്നതിന് ശേഷം തോമോനെയും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വേഗം വരാം. അതുവരയ്ക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ ഡിംപിളും ആൻസിനും എനിക്ക് തോന്നുന്നു നാളത്തെ കഴിഞ്ഞാൽ വരികയെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഫാമിലി ഉൾപ്പെടുത്താം.